നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അപകടമുണ്ടായത് വാഴപ്പിള്ളിയിൽ. പായിപ്പട സ്വദേശിയുടെ കാറാണ് കത്തിനശിച്ചത്. വെള്ളോർക്കുന്നത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒമിനി വാൻ ഇടിച്ചു കയറിയ അപകടമുണ്ടായത് വെള്ളോർക്കുന്നത്ത് കാർഷിക ബാങ്കിന് മുൻപിൽ. തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴ നഗരസഭയിൽ വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവ്. SSLC, +2, ഡിഗ്രി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. കേരള സംസ്ഥാന പുരസ്കാര ജേതാവ് കൃഷ്ണേന്ദു കലേഷ് ഉദ്ഘാടനം ചെയ്തു. സബീൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം നടത്തി. 35 സെന്റ് സ്ഥലത്ത് 9 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ആലക്കുഴ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് MLAയുടെ വിദ്യാസ്പർശം മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ഔവലി മൾട്ടിപർപ്പസ് സഹകരണ സംഘം പ്രതിഭാ സംഗമം നടത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. മുൻ MLA ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളി KCYM യൂണിറ്റിന്റെ 2025-26 പ്രവർത്തന വർഷത്തിന് തുടക്കം. പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് അപകടം. ഞായറാഴ്ച രാത്രി 10 പായിപ്പട സൊസൈറ്റി പടി സ്വദേശി സഞ്ചരിച്ച കാറാണ് കത്തിനശിച്ചത്. മൂവാറ്റുപുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് അപകടം. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ വാഴപ്പിള്ളിയിൽ ഞായറാഴ്ച രാത്രി 10 ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചത്. മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പായിപ്പട സൊസൈറ്റി പടി സ്വദേശി എൽദോസിന്റെ കാറിനാണ് തീപിടിച്ചത്. പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട എൽദോസ് ഉടൻ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. എൽദോസ് മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തീപിടുത്തത്തിൽ കാർ പൂർണ്ണമായും കത്തിനശിച്ചു. വെള്ളോർക്കുന്നത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒമിനി വാൻ ഇടിച്ചു കയറി അപകടം. മൂവാറ്റുപുഴ കാർഷിക ബാങ്കിന് മുൻപിൽ തിങ്കളാഴ്ച രാവിലെ 7 അപകടമുണ്ടായത്. വെള്ളോർക്കുന്നത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒമിനി വാൻ ഇടിച്ചു കയറിയ അപകടം. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ മൂവാറ്റുപുഴ കാർഷിക ബാങ്കിന് മുൻപിൽ തിങ്കളാഴ്ച രാവിലെ 7 അന്തർ സംസ്ഥാന ലോറിയും ഒമിനി വാനും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ഒമിനി വാനാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി വാഹനം റോഡിൽ നിന്ന് നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകടത്തിൽ ഒമിനി വാൻ ഭാഗികമായും തകർന്നു. മൂവാറ്റുപുഴ നഗരസഭയിൽ വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവ്. SSLC, +2, ഡിഗ്രി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. മൂവാറ്റുപുഴ നഗരസഭയിലെ SSLC, +2, ഡിഗ്രി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ അവാർഡ് നൽകി ആദരിച്ചു. ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മൂവാറ്റുപുഴ സ്വദേശിയും മികച്ച നവാഗത സംവിധായകനുള്ള കേരള സംസ്ഥാന പുരസ്കാര ജേതാവുമായ കൃഷ്ണേന്ദു കലേഷ് ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ബേസിക്കലി ഒരു കോമ്പറ്റേറ്റീവ് A+ കിട്ടുക അല്ലെങ്കിൽ A1 കിട്ടുക എന്നുള്ള ഒരു കോമ്പറ്റീഷനിലുപരി ആക്ച്വലി നമുക്ക് ഈ സിലബസ് ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമുക്കൊരു സിലബസ് തരുന്നത് ആക്ച്വലി നമ്മൾ ആ നാട്ടിൽ ജീവിക്കാൻ ഉതകുന്ന ഒരു പൗരനായി മാറാൻ വേണ്ടിയിട്ടാണ്. അത് മാർക്ക് മേടിക്കാൻ മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ കൂടുതൽ മാർക്ക് കിട്ടുന്നവർ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരും കൂടി ആയിത്തീരണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് ഒരു ജോലി മേടിച്ച് വിവാഹ ജീവിതമൊക്കെ നടത്തി EMI ഒക്കെ അടച്ച് ജീവിക്കുന്ന ഒരു പൗരനപ്പുറം നാട്ടിൽ നമ്മൾ സോഷ്യോ പൊളിറ്റിക്കലായിട്ടും കൂടി നമ്മൾ ഒരു ഉത്തരവാദിത്വം എല്ലായിടത്തും കാണിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളൂ.
ഒരിക്കലും യുദ്ധം നടക്കില്ല എന്ന് വിചാരിച്ച് ഇതിപ്പോൾ നമ്മൾ വിർച്വൽ വേൾഡിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ലോകം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആയിരിക്കുന്ന ഈ കാലത്ത് ഒരിക്കലും ഒരു യുദ്ധവും നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. അപ്പോൾ ഈ പഠനം ഒരു കോമ്പറ്റീഷനും ജോലിക്കുമുള്ള ഒരു പോംവഴി മാത്രമല്ലാതെ ഇതെല്ലാം ഇല്ലാതാക്കാൻ കൂടി, ഈ യുദ്ധങ്ങളൊക്കെ ഇല്ലാതാക്കാൻ കൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു തലമുറയായിട്ട് വരണം എന്നാണ് എൻ്റെ മിതമായ അറിവ് കൊണ്ട് എനിക്ക് പറയാനുള്ളത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി എൽദോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് കണ്ണാത്തുകുടി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിസ അഷറഫ്, മീര കൃഷ്ണൻ, ഫൗസിയ അലി, ജോയിസ് മേരി ആന്റണി, അസം ബീഗം, നെജില ഷാജി, PV രാധാകൃഷ്ണൻ, മേരിക്കുട്ടി ചാക്കോ, ജോളി മണ്ണൂർ, ജിനു ആന്റണി, അമൽ ബാബു, KK സുബേർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം നടത്തി. 35 സെന്റ് സ്ഥലത്ത് ഒരേ മാതൃകയിലാണ് 9 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. മൂവാറ്റുപുഴ സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും 9 കുടുംബങ്ങൾക്ക് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം നടത്തി. സബൈൻ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠങ്ങൾ കേവലം പാഠപുസ്തകങ്ങളിലെ വരികളിൽ നിന്ന് മാത്രമല്ലെന്നും നമുക്ക് ചുറ്റുമുള്ള നന്മയുടെ മാതൃകകളെ കൂടി അവരുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. യാത്ര ഇത്തിരി ദുഷ്കരമാണെങ്കിലും സമൂഹത്തിന്റെ മുമ്പിലെ ഇങ്ങനെ ചില സൂര്യവെളിച്ചങ്ങളും ഇങ്ങനെ ചില പ്രത്യാശ പർവ്വങ്ങളും മലയാളി അതിവേഗം സ്വീകരിക്കേണ്ട ഒരു കാലമാണിത് എന്ന കാര്യത്തിൽ ഒരു സംശയവും. കമ്പോളവൽക്കരണം മനുഷ്യന്റെ ജീവനാഡികളെ ആകെ കച്ചവടവൽക്കരിക്കാനുള്ള വലിയ ശ്രമം നടത്തുന്ന ഒരു കാലമാണ്. മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിക്ഷേപം നടത്തുമ്പോൾ ആ നിക്ഷേപത്തിന്റെ പരിണത ഫലം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കാൽക്കുലേറ്ററിൽ കണക്കുകൾ കൂട്ടുന്ന രക്ഷകർത്താക്കളുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് മെഡിസിൻസ് ആയി കഴിഞ്ഞിട്ടുള്ള രക്ഷകർത്താക്കളെ നോക്കിയത് കൊണ്ട് എന്തു ലാഭം എന്ന് മക്കളും ചിന്തിക്കുന്ന കമ്പോളത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള സ്പർശങ്ങൾ മലയാളിയുടെ മാനവികതയുടെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും മുമ്പിൽ വഴിതടസ്സങ്ങളായി മാറുന്നു എന്ന അപൂർവമെങ്കിലും നാം പേടിക്കുന്ന ഒരു ഘട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ ചില നന്മകളുടെ നക്ഷത്ര തിളക്കങ്ങളെ ലോകത്ത് ബാധിക്കുന്നു. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ. കേരളം സമ്പന്നമായിട്ടുള്ള ഒരു ഭൂതകാലത്തെ അയവിറക്കുന്ന ഒരു നാടാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ മുമ്പിൽ ഒരു കേരള മോഡൽ എന്ന അഭിമാനത്തോടെ നാം വിളിച്ചു പറയുന്നത് ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ഭൂപരിഷ്കരണത്തിൽ കേരളം ഉണ്ടാക്കിയെടുത്ത സമാനതകളില്ലാത്ത നേട്ടങ്ങൾ തന്നെയാണ്. ഒരു സംശയവും മാത്രമല്ല. ആ നേട്ടങ്ങളെ ഇപ്പോഴും അതുപോലെ പൊതുജന പങ്കാളിത്തത്തോടു കൂടി കൊണ്ടുപോകാൻ കേരളത്തിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്കെല്ലാം സാധിക്കുകയില്ല. ആ ഘട്ടത്തിൽ സർക്കാരിന് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ നിലവിലുള്ള ഗവൺമെന്റും ശ്രമിക്കുകയും ചെയ്യുമ്പോഴും പൊതുസമൂഹത്തിനകത്ത് ജീവകാരുണ്യത്തോടെ ഇടപെടാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ആശുപത്രികൾ കൂടി ചേരുമ്പോഴാണ് ആരോഗ്യരംഗത്തിന്റെ സമഗ്രതയ്ക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പായപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർക്ക് നൽകി താക്കോൽദാനം നിർവഹിച്ചു. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രി MD ഡോക്ടർ S സബൈൻ, ഡീൻ കുര്യാക്കോസ് MP, എൽദോസ് കുന്നപ്പിള്ളി MLA, മുൻ MLAമാരായ ജോസഫ് വാഴക്കൻ, ബാബു പോൾ, മുൻ പായപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് PA ബഷീർ, AP മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ PR മുരളീധരൻ, BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ P മോഹൻ, CPM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ, പഞ്ചായത്ത് അംഗം നജി ഷാനവാസ്, ആശുപത്രി CEO ഡോക്ടർ സാൻഡി സാജൻ, ജനറൽ മാനേജർ ഡെയ്സി റോയ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് 2.35 കോടി രൂപ ചെലവഴിച്ച് 35 സെന്റ് സ്ഥലത്ത് ഒരേ മാതൃകയിൽ നിർമ്മിച്ച വീടുകൾ മന്ത്രി ഉൾപ്പെടെയുള്ള സംഘം സന്ദർശിച്ചു. നിർധനരായ 9 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയാണ് സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് താമസസജ്ജമായ വീടുകൾ നിർമ്മിച്ചു നൽകിയത്.
550 ചതുരശ്രയടി വലിപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും അടുക്കളയും സ്വീകരണ മുറിയും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആലക്കുട പഞ്ചായത്തിൽ മാത്യു കുഴൽനാടൻ MLAയുടെ വിദ്യാസ്പർശ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ ആലക്കുട പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാത്യു കുഴൽനാടൻ MLAയുടെ വിദ്യാസ്പർശ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. ആലക്കുട സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മലയാളത്തിൽ കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ. വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ. നിങ്ങളുടെ വിദ്യാഭ്യാസവും കരിയറും നമ്മൾ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ ഉന്നത വിജയം നേടുക എന്ന് പറഞ്ഞാൽ ആ കരിയറിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റേജ് തുടങ്ങുന്നിടത്താണ്. അവിടെ നിങ്ങൾ നന്നായി തുടങ്ങി എന്ന് പറയുമ്പോൾ ആ കരിയർ ഗ്രോത്തിലെ അല്ലെങ്കിൽ കരിയർ സക്സസ്സിലെ പാതി നിങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് കാണുന്നു. പക്ഷേ ഇനിയുള്ള പാതി നിങ്ങൾ കൈവിട്ട് കളഞ്ഞാൽ ഈ ഒരു നേട്ടം കൊണ്ട് നാട് ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ സ്വപ്നം കാണുന്നത് പോലെ നിങ്ങളുടെ അധ്യാപകർ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ കാത്തിരിക്കുന്നത് പോലെ ഉള്ള ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാറുണ്ട്. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് പ്രസിഡന്റ് ലസിത മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആലക്കുട സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ടിസ മരിയ ആമുഖ പ്രഭാഷണവും ആലക്കുട സെന്റ് മേരീസ് ഫൊറോന പള്ളി ആർച്ച് പ്രീസ്റ്റ് ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റത്തിൽ മുഖ്യപ്രഭാഷണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം, പഞ്ചായത്ത് അംഗങ്ങളായ സാബു പൊതൂർ, ദീപ്തി സണ്ണി എന്നിവർ പ്രസംഗിച്ചു. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ആവോലി മൾട്ടിപർപ്പസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 2024-25 SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുൻ MLA ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KE മജീദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ, സംഘം ഹോണററി സെക്രട്ടറി കുരുവിള മാങ്കൂട്ടം, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ രാധിക സുരേഷ്, രജിത ഷിനോയ് എന്നിവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ ഹോളിമാഗി ഫൊറോന പള്ളിയിൽ KCYM യൂണിറ്റിന്റെ 2025-26 പ്രവർത്തന വർഷത്തിന് തുടക്കം. ലുമോസ് എന്ന പേരിൽ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഡോയൽ ദേവസി ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ വർഗീസ് കണ്ണാടൻ, ആനിമേറ്റർ സിസ്റ്റർ ഡെലീന CMC, ഫൊറോന പ്രസിഡന്റ് ജേക്കബ് ഡാൻഡി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.